നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറൊരു വെറൈറ്റി ഐറ്റമാണ്. എന്താണെന്നുള്ളത് നമ്മുടെ ജോമിയോട് നിൽപ്പുണ്ട്. ജോമിയോട് ചോദിക്കാം. ജോമി, ഇന്നെന്താണ്? വരാല് പൊള്ളിച്ചത് ഗൈസ്, ഇതാണ് ലൈവ് വരാലാണേ. ഇതുണ്ടോ, നമ്മൾക്ക് ജീവനോടെ ഉള്ള വരാല്. കാണിച്ച് കഴിഞ്ഞാൽ അടുത്ത് കാണിച്ച്. വരാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളതാണേ. ഒരെണ്ണം ഇത് കണ്ടോ, അത് ചത്തതാണ്, പക്ഷേ ജീവനുള്ളതുണ്ട്. എന്നിട്ട് കാണിച്ചാടാ, ഇവിടെ കാണിച്ച്. ഇതാണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള വരാലാണ്. നമുക്ക് 5 വരാലിനെ കിട്ടി. പടച്ച് കാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ വരാലിന് കിട്ടിയത് നമ്മുടെ കുറവലങ്ങാടുള്ള ബോൺസ് ബ്യൂട്ടി പാർലറിലെ നമ്മുടെ കുറവലങ്ങാട് ബോൺസ് ബ്യൂട്ടി പാർലറുണ്ടല്ലോ, ആ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ആ ചേട്ടനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവർ ലൈവ് പിടിച്ച് കഴിയുമ്പോഴത്തേനും ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും. അപ്പം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. 5 എണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ കൂടിൻ്റെ അകത്തിട്ടോട്ട് കൊണ്ടുവന്ന ഒരെണ്ണം ചത്തുപോയി. ബാക്കി അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ്. ഇന്നെന്താ പൊള്ളിക്കാണ്. അപ്പോൾ ജോമിയാണ് എൻ്റെ മെയിൻ താരം. ഇതെന്താണ് ചെയ്യുന്നത്? ജോമിയാണ് ജോമിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. ജോമി റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ജോമി, ഇവനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതന്നെ ശരിക്കും ഇതിനെ തൊലി പൊളിച്ച് മസാല അടിച്ച് ഫ്രൈ ചെയ്ത് പൊള്ളിക്കും വാഴയിലയില്. ഓക്കെ, ആൻസം പേടിച്ച് മാറി നിൽക്കുകയാണ്. പപ്പ എങ്ങനെയുണ്ട് വരാല്? അവരോട് എല്ലാവരും കാണാൻ പറഞ്ഞത്. ഒരു പ്രോത്സാഹനമൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ വളരെ ബന്ധപ്പെട്ട പിള്ളേർ പിടിച്ചിട്ട് വരണം. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ചാച്ച പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ചാടിക്കൊണ്ടിരിക്കുകയാടാ. നീ ഇവിടെ നോക്കി. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നാടൻ വരാല് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അപ്പം പല രീതിയിൽ കറി വെക്കുന്നുണ്ട്. അപ്പം ഇന്നൊരു വെറൈറ്റി രീതിയിലുള്ളൊരു സംഭവമാണ് നമ്മുടെ ഷെഫ് ജോമി കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ മീനെ കിട്ടുമ്പം ഇന്ന് ജോമി ഉണ്ടാക്കുന്ന ആ രീതിയിലൊന്ന് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ഓക്കെ, ഈ വരാലിന് ഭയങ്കര വഴുവഴുപ്പുള്ളതാണ്. ഭയങ്കര വഴുവഴുപ്പുള്ളതുകൊണ്ട് ചാര വിട്ട് കല്ലിലിട്ട് നമ്മളത് തിരുമുവാണ്. അത് കാണിച്ച് തിരുവാണ്. അപ്പോൾ ആ വഴുവഴുപ്പ് പോകും, അല്ല നമ്മുടെ കൈ നിൽക്കിയാലത്. അതിനുശേഷം നമുക്ക് സ്കിൻ റിമൂവ് ചെയ്യണം. സ്കിൻ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഈ സൈഡിലത്തെ ഈ മുള്ളിരിക്കുന്ന ഭാഗം കുറച്ചേറെ അങ്ങ് ചെത്തിക്കളയണം. രണ്ട് തുണി കൂട്ടി തുണിയുടെ പീസ് വെച്ചിട്ട് നമ്മൾ തൊലി വലിച്ച് എടുക്കുകയാണ് കേട്ടോ. നമ്മളെ ഡയറക്ഷനുള്ളൂ. കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഡയറക്ഷനെ പറ്റുള്ളൂ നമുക്ക്. എപ്പോഴും അങ്ങനെയാണല്ലോ. സംവിധാനം ഡയലോഗും കാശ് മുടക്കുന്നതും അതെ ഞാൻ തന്നെ. എടുത്ത് കൊണ്ടുവരാൻ മമ്മിക്ക് ഒരു മൊയ്തീൻ അവിടെ വിറച്ചിരിക്കുന്നുണ്ട്. മൊയ്തീനിപ്പോൾ സംസാരിക്കാൻ ആളെ കിട്ടിയുണ്ട് കഥ പറഞ്ഞിരിക്കുന്നത്. ഒരുവളെയൊന്ന് വൈറലാക്കാന്ന് വെച്ചാൽ ഇവിടെ പാപ്പടെ നമ്മളെ നാണം കെടുത്തില്ല. വരാല് പോലും പൊളിക്കറിയാൻ മേലത്തെ വരനോടാ നീ കിട്ടിയത് ചോദിക്കും. എന്നിട്ട് ഇതിന്റെ സൈഡിലെ മുള്ളില്ലേ, മുള്ളുള്ള ഭാഗം ഇച്ചിരി ചേർത്ത് കണ്ടിച്ച് വിടണം. വരാലിന്റെ നടുവിലുള്ള മുള്ളും മുഴുവൻ കണ്ടിച്ച് കളയുന്നു അല്ലേ? ഈ പല വീടുകളിൽ അലമ്പ് നടക്കുന്നത് ക്ലീൻ ആക്കാതെ കൊണ്ടുവരുന്ന മീനിൻ്റെയാണ്. അപ്പോൾ നമ്മൾ നിവൃത്തി ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് ക്ലീൻ ആക്കി എന്ത് ചെയ്യുക, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അവർ കറി വെച്ച് തരും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ നമുക്കിവിടെ വന്നപ്പോഴാണ് നമ്മൾ വിട്ടുപോയത്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പം നമ്മുടെ ഷെഫിന് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് പുള്ളിയെ നമ്മളെ ഏൽപ്പിച്ചു. അപ്പം ജിജി അതുമായിട്ട് മല്ലടിക്കാൻ കണ്ടപ്പോൾ കുറച്ച് നേരമായി. അപ്പം നമ്മൾ അവനെ ശരിയാക്കി എടുക്കും. സൈഡിൽ നിന്ന് ഇങ്ങനെ
നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് തൊലി ഇങ്ങനെ കത്തിയും കൊണ്ട് മാറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ട ഇതിൻ്റെ വഴുക്കൽ പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചുരുയെടുക്കാം. വലിച്ചുരുയെടുക്കാൻ പാടാണെങ്കിൽ കോട്ടൺ തുണിയൊന്നും പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിച്ചുരുയെടുക്കുക. എന്താ ടൈറ്റായിട്ട് വരുവാണെങ്കിൽ 2 തുണി എടുത്ത് പിടിച്ചാൽ മതി. തുണി കൂട്ടി പിടിക്കുമ്പം എളുപ്പത്തിൽ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. കോട്ടൺ തുണി കൂട്ടി പിടിക്കണം. ഒരു സൈഡ് ക്ലീനായി. ഓക്കെ, യെസ്. യെസ്. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യമാരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. കഴിവതും ഒത്തിരി പണികൾ അവർക്ക് കൊടുക്കണം. അവരെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി പണികൾ കൊടുത്തല്ലേ? യെസ്. അവരെപ്പോഴും ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ ജിമ്മിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഈ വെയിറ്റ് എടുത്ത് ഇങ്ങനെ പൊക്കവും വലിക്കുകയും ഒക്കെ ചെയ്യല്ലേ, ആ ഒരു സംഭവമാണത്. എത്ര കിലോ ഉണ്ടാവും ഓടി ഇങ്ങനെ വലിക്കുമ്പോൾ? ഒരു 10-25 കിലോ എടുത്ത് വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടോ? ഉണ്ട്. ഏതാണ്ടല്ലേ ചട്ടിയായിട്ട് നിന്നോ, ചിലപ്പോൾ ഒന്നെങ്കിൽ ഏറ് വരും. സെറ്റാക്കാം. 2 എണ്ണത്തിനെ ശരിയാക്കി. ഇനി കുറച്ച് ക്ലീനിങ് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു. വലിച്ചങ്ങോട്ട് ഇതാണ് സീൻ. അപ്പം നമ്മൾ വരാല് ഈ പരുവായി അതിങ്ങനെ നെടുക വരയുകയാണ്. നമ്മൾ വരാല് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു മസാല റെഡിയാക്കുവാണ്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ഉപ്പ്, കുറച്ച് വിനാഗിരി, കുറച്ച് വെള്ളം ഒഴിച്ച് ശരിക്കും മിക്സ് ചെയ്ത് ഫിഷിൽ ഫുള്ള് പരട്ടി നമ്മൾ തവയിൽ ഗ്രില്ല് ചെയ്തിട്ടാണ് മസാല സെപ്പറേറ്റ് ഇട്ട് പൊള്ളിക്കുന്നത്. നമ്മൾ വരാല് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. വരാലിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തു. പച്ചമുളക്, സവോള അരിഞ്ഞത്, ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജോമ ഉണ്ടാക്കിയ മസാല നമ്മൾ ഫിഷിൻ്റെ പുറത്തേക്ക് പരട്ടുകയാണ്. വരഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ വരഞ്ഞിട്ടുണ്ടല്ലേ ഇത്? അതെ. അതിനുശേഷം മസാല അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഫിഷ് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫിഷിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ ഗ്രില്ല് ചെയ്യും. ഇതിൽ നമ്മൾ പൊള്ളിച്ച ഗ്രേവി അടിക്കും. അതിനാവശ്യമായ സാധനങ്ങൾ: ചോപ്പ് ചെയ്ത ഓണിയൻ, കറി ലീവ്സ്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കടുകും കുറച്ച് ഫെനുഗ്രീക്കും, കോക്കനട്ട് ഓയിൽ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ പാൻ കത്തിച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും. ആദ്യം അതിനുള്ള ഗ്രില്ല് ചെയ്യണോ അതോ? ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടാ. ഗ്രില്ല് ചെയ്യൽ തുടങ്ങി. കോക്കനട്ട് ഓയിൽ അല്ലേ? കോക്കനട്ട് ഓയിൽ, കുറച്ച് കടുക്, ഉലുവ അല്ലേ? അതൊന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് ഉലുവ, ഗ്രീൻ ചില്ലി അല്ലേ? കറി ലീഫ്, ചോപ്പ് ചെയ്ത ഓണിയൻ, ആവശ്യത്തിന് ഉപ്പ്, 2 കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഈ ഗ്രേവി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങും. ആളംപുളി അല്ലേ? കുടംപുളി, സോറി, കുടംപുളി. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്,
ഇത് മറിച്ചിടാറായില്ലല്ലേ? ഇല്ല, കുക്കായിട്ടില്ല. ഏറെക്കുറെ വഴണ്ടി വന്നല്ലേ? ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടുന്നു അല്ലേ? അതെ. ഇതുകൊണ്ട് ഫ്രഷ് ആയതുകൊണ്ട് ഇതിന്റെ ഫ്ലഷ് വിട്ടു പോകും പെട്ടെന്ന്. ഫ്രഷ് സാധനമാണല്ലോ, യാതൊരു വക ഇതും കൂടണല്ലോ അല്ലേ? അതെ. കുറച്ച് മഞ്ഞൾ പൊടി. നേരത്തെ നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം. നമ്മുടെ ഗ്രേവി ഫിനിഷ് ആവുകയാണ്. കുറച്ച് കറി ലീഫും കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ച് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇല വാട്ടി മസാല തേച്ച് ഫോൾഡ് ചെയ്ത് ഫിഷ് ഗ്രില്ല് ചെയ്യുക. ഈ ഗ്രേവി ഫിഷിൽ പറ്റിച്ചിട്ടാണല്ലേ നമ്മൾ ഇലക്കകത്ത് പൊതിഞ്ഞ് വെക്കുന്നല്ലേ? അതെ. ഗ്രേവി ഫിനിഷായി. ഇല വാട്ടാൻ പോവാണ്. ഗ്രേവി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി, പൊള്ളിച്ച ഗ്രേവി. ഇനി ഇല വാട്ടി ഫിഷ് ഫോൾഡ് ചെയ്ത് ഗ്രില്ല് ചെയ്യാം. വാട്ടിയ ഇലയുടെ നാര് നമ്മൾ ഈ ബാക്ക് സൈഡിലെ നാര് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇല പൊടിഞ്ഞു പോകും. ബാക്ക് സൈഡിലെ നാര് കട്ട് ചെയ്തോളാം അല്ലേ? അപ്പം പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഗ്രില്ലായി. മസാല ഫിഷിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ നോക്കണം, ഇങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കണോ. അതായത് അതനുസരിച്ച് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കുടംപുളി ഇട്ടതിൻ്റെ ഒരു പ്രത്യേക ഒരു എസൻസിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ വരാല് പൊള്ളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെമ്പൻ കപ്പയാണ് ഉണ്ടാക്കുന്നത്. കപ്പ പുഴുങ്ങുന്നില്ല, പകരം ചെണ്ടൻ വേവിക്കുക. പൊതിച്ചോറ് പോലുണ്ട്. അങ്ങനെ നമ്മുടെ 5 വരാലും വാഴയിലക്കകത്തായി അല്ലേ? അതെ. അടുത്തിട്ട് പിന്നെ ഞാൻ പോകുന്ന പൊള്ളിക്കണോ? ഇതിന് പൊള്ളിച്ചെടുക്കണം. ഓക്കെ. ഇത് പൊള്ളിക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇലയിലായിട്ടുണ്ട്. പിന്നെ ഇതിന് ഗ്രില്ല് എടുക്കുക. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. നമ്മൾ ഓരോന്നാ ഗ്രില്ല് എടുക്കാൻ പോകണം. കാരണം ഇത് മറിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകും.
ഇത്തിരി വെള്ളം തിളച്ച് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആവും, പെട്ടെന്ന് ആവി കയറും. അതിനുവേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് കൊടുക്കുന്നത്. കഴിച്ചു. പാനെ പിടിക്ക് വെള്ളം എടുത്തിട്ട് ഞങ്ങളെല്ലാരും അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ 5 വരാലും പൊള്ളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാല് അടുത്തല്ലേ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതാണ് വരാല് പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ച സംഭവമാണ്. ഒരു കഷ്ണം കപ്പയും കൂട്ടിട്ട് കഴിക്കാം അല്ലേ ജോമി? സൂപ്പറാണോ? സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. നമ്മളിപ്പോൾ ചമ്മക്കാപ്പയാണ് വെച്ചിരിക്കുന്നത്. അപ്പം വളരെ യാദൃശ്യമായിട്ടാണ് നമുക്ക് വരാൽ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷേ അടിപൊളിയാണ് കേട്ടോ മീൻ പൊള്ളിച്ചത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡ് അല്ലേ എൻ്റെ ജോമി? അപ്പം നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ജോമി ഒരു പയ്യനാണ്, ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഈ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തത് ജോമിയുടെ കഴിവ് മറ്റുള്ളവരൊന്ന് അറിയാനും നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.